നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ രമ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആ രാജു ഋതിക അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. വർമ്മസാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. നടന്ന സംഭവങ്ങളിൽ എനിക്ക് ഖേദമുണ്ട്. അത് ഞാൻ വർമ്മസാറിനെ വിളിച്ചറിയിച്ചതുമാണ്. ഈ പ്രായത്തിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരോരുമില്ലാത്ത രണ്ട് വയോധികരോട് വർമ്മസാറ് ഈ ക്രൂരത ഒരിക്കലും കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ വർമ്മസാറിന്റെ സ്വന്തം മകള് തന്നെ വർമ്മസാറിനെതിരെ പരാതി നൽകാൻ അവരെ സപ്പോർട്ട് ചെയ്തതാണ് കോടതിയിൽ നിന്ന് പോലും വർമ്മസാറിനെതിരെ വേഗം ആക്ഷൻ എടുക്കാൻ കാരണമായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വർമ്മസാറിന്റെ നിരപരാധിത്വത്തിൽ യാതൊരു സംശയം എനിക്കില്ലെങ്കിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ എനിക്ക് ഈ കാര്യത്തിൽ വർമ്മസാറിനെ സഹായിക്കാനാവില്ല. പക്ഷേ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ പറ്റൂ സാർ. അതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഐ എം സോറി സാർ, അതിനുള്ള ഒരു ചാൻസ് ഞാൻ മുന്നിൽ കാണുന്നില്ല. 100% ചാൻസ് ഉണ്ട് സാർ. അംബിക മേഡം ഉണ്ടായിരുന്നോ സാറിന്റെ കൂടെ? ഇരിക്കും മേഡം. ഓക്കെ, പറയൂ മേഡം, എന്താണ് നമുക്ക് മുമ്പിലുള്ള ചാൻസ്? എന്റെ അനിയനെതിരെ പരാതി നൽകിയ കർഷകര് അവരുടെ പരാതി പിൻവലിച്ചു. തെറ്റിദ്ധാരണയുടെ പേരില അവര് പ്രതാപവർമ്മക്കെതിരെ പരാതി നൽകിയത്. അത് ബോധ്യമായ ബഹുമാനപ്പെട്ട കോടതി പ്രതാപവർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനാണെന്ന് ശരിവെച്ച ഓർഡറാ അത്. ഇനി എന്റെ അനിയന്റെ നോമിനേഷൻ സാറിന് സ്വീകരിക്കാലോ? ഷുവർ. ബെസ്റ്റ് ഓഫ് ലക്ക് സർ. താങ്ക് യു. എതിരെ വന്ന ശത്രുക്കളുടെ ആയുധങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വർമ്മ സാറിനെ വിശ്വസിക്കുന്ന ജനങ്ങളെയും അണികളെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് വർമ്മ സാറ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ വർമ്മ സാറിന് പറയാനുള്ളത്? അവസാന വിജയമൊന്നും സത്യത്തിനു പോയിരിക്കും. വളരെ ഗുരുതരമായ ഒരു ആരോപണവും അതിന് പിന്നാലെ ഉണ്ടായ അടിയന്തര നടപടികളും എന്റെ മുന്നോട്ടുള്ള പാതയെ തടസ്സപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസിക്കുന്നവരുടെയും പ്രാർത്ഥന കൊണ്ടും ശരി എന്റെ പക്ഷത്തായതുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതിയെ സത്യമെന്താണെന്ന് ബോധ്യപ്പെടുത്തി ഈ ഇലക്ഷൻ നോമിനേഷൻ നൽകാൻ എനിക്ക് സാധിച്ചു. ഇനി മുന്നോട്ടുള്ള വിധി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.